നമ്മുടെ ചുറ്റുപാടുകളിൽ നാം ദിവസത്തിൽ കാണുന്നത് പോലെയുള്ള കാഴ്ചകൾ, കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ, അവരെ കുറിച്ച് തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്നവരെ കാണുന്നു. ആരും കാണാതെ, ആരും മനസ്സിലാക്കാതെ കണ്ണീർ വാർത്തകൾ, നെടുപിടികൾ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റുകളായി എത്തിയിരുന്നു. യേശു പറഞ്ഞ നല്ല ശമരിയക്കാരന്റെ കഥ ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്നുവെങ്കിൽ അതെങ്ങനെയായിരിക്കും? അവൻ ഒരു ഡ്രൈവർ ആകാമോ? നമ്മുടെ സഭയിൽ പാട്ട് പാടുന്നവരോ പ്രാർത്ഥന നടത്തുന്നവരോ പ്രസംഗിക്കുന്നവരാകാമോ? ഓൾ ബിസി ബട്ട് ഹൂ വിൽ ട്രൂലി പോസ്റ്റ് നൗ? ഈ നാടകത്തിലൂടെ നാം എല്ലാവരും കടന്നു പോകുന്ന ഈ ചോദ്യം ഉയരുന്നു: ഞാനാണോ ആ നല്ല ശമരിയക്കാരൻ? അയ്യോ, എന്നെ രക്ഷിക്കൂ, എനിക്ക് വയ്യ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, എന്നെ ഒന്ന് സഹായിക്കണേ. ഹലോ ഹാഷ്മി, താങ്കൾക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കിളിവയലിലാണ്. ഇവിടെ ഇതാ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. വളരെയധികം ജനക്കൂട്ടവും ആംബുലൻസും പോലീസും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് കാരണം വ്യക്തമല്ല. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് അപകടം സംഭവിച്ചിരിക്കുന്നതാകാം, അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്തെങ്കിലും ഉപയോഗിച്ച് അദ്ദേഹം അഭിനയിക്കുന്നതാകാം. ഇതിനെക്കുറിച്ചുള്ള കൂടുതലായ വ്യക്തമായ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞാൻ താങ്കളെ ബന്ധപ്പെടുന്നതാണ്. ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി ലിബ. അയ്യോ, എനിക്ക് വയ്യാലോ, ഞാൻ മരിച്ചു പോകുമോ? ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ, ഒന്ന് ഓടി വന്നിരുന്നെങ്കിൽ, എന്നെ ഒന്ന് സഹായിക്കണേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ, അതാ നോക്കൂ, ഒരു പാവം മനുഷ്യൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഓ, ഇതാ നമ്മുടെ നാട്. ചുമ്മാതായിരിക്കും, കള്ളു കുടിച്ച് കിടക്കുമല്ലോ ആയിരിക്കും. വെറും നാടകം. ജോലിയൊന്നും ചെയ്യാതെ ക്യാഷ് ഉണ്ടാക്കാനുള്ള പുതിയ പരിപാടി വല്ലതും ആയിരിക്കും. നീ ഇങ്ങോട്ട് വാ, നമുക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ട്. പപ്പ, നമുക്ക് ആന്ധ്രാസിൽ പോകാം. മന്തി കഴിച്ചിട്ട് കുറേ നാളായി. കൊച്ചി ഒന്ന് മിണ്ടായിരുന്നേ, വഴക്ക് കൂടാതെ നീ. ഒന്ന് നിർത്തു കുഞ്ഞെ, മമ്മി മന്തി വാങ്ങിത്തരാം. പിന്നെ ഒന്ന് കേൾക്കണേ, എനിക്ക് SM-ൽ ഒന്ന് കയറണമായിരുന്നു. കൂടെ ആ കുക്കുമ്പയിലും. എത്ര നാളെ ഒരു ഫേഷ്യൽ ചെയ്തിട്ട്. ഇപ്പോൾ ആണെങ്കിൽ ഓഫറും ഉണ്ട്. എന്റെ എടി, ഒന്ന് വാ. ഇന്നൊന്നും വേണ്ട, പിന്നൊരു ദിവസം നോക്കാം. ഇന്നാണെങ്കിൽ ആ തല കച്ചവടത്തിന് അഡ്വാൻസ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. ആ പിള്ളേച്ചനാണെങ്കിൽ വന്നും കാണും. നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. അയ്യോ, എന്നെ ഒന്ന് രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. എനിക്ക് ഇച്ചിരി വെള്ളം വേണം, വെള്ളം തായോ, ആരെങ്കിലും ഒന്ന് വരണേ, ഓടി വരണേ. അയ്യോ, ഒരു പാവം മനുഷ്യൻ. ചേട്ടൻ എന്ത് പറ്റി? അയ്യോ, എന്ത് പറയാനും മോളെ, ഒരു ബൈക്കുകാരൻ ഇടിച്ചിട്ട് പോയതാ. എഴുന്നേൽക്കാനും വയ്യ, എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് വയ്യ. ഇച്ചിരി വെള്ളം തരാമോ മോളെ, പെട്ടെന്ന് വേണം. അയ്യോ, ചേട്ടന് വേണ്ടത് LICയുടെ ഒരു ജീവൻ മരണ പോളിസിയാണ്. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. പ്രീമിയം അടച്ചാൽ നാളെ മരിച്ചാലും ഫുൾ ക്യാഷ് കിട്ടും. ഒരു തട്ടിപ്പുമില്ല. എൻ്റെ ഒരു കാർഡും കൂടി ഇരിക്കട്ടെ. അയ്യോ, അതാ പോകുന്നത് മത്തായി ചേട്ടനല്ലേ, ഒരു പോളിസി എടുക്കാമെന്ന് പറഞ്ഞതാ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ പോളിസി വേണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാവേ. അയ്യോ ചേട്ടാ, എനിക്ക് മരിക്കണ്ട, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കോ. എനിക്ക് കുറച്ചുകൂടെ ജീവിക്കണം. അയ്യോ, എന്നെ ഒന്ന് സഹായിക്കോ. ഇത് സംഭവ സ്ഥലത്തേക്ക് നമ്മുടെ വാർഡ് മെമ്പർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത്രയും ജനസാഗരം ഉണ്ടായിട്ടും അദ്ദേഹം സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. ഇനി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
മോനെ കുട്ട, നിനക്ക് എന്ത് പറ്റിയടാ? അയ്യോ, ഒരു ആക്സിഡന്റ് പറ്റിയതാ. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് കൊണ്ടുപോകാമോ ചേട്ടാ? എത്രയും വേഗം വേണം, ഞാൻ മരിച്ചു പോകുമോ? അതെ റിപ്പോർട്ടർ, ഇതൊക്കെ ലൈവ് പോകുന്നുണ്ടല്ലോ അല്ലേ? ഒരു കാര്യം മോനെ, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാമെങ്കിൽ ഞങ്ങൾ തീർച്ചയായും സഹായിക്കാം. ഞങ്ങളുടെ പാർട്ടിയിൽ നിനക്ക് എല്ലാവിധ സഹായങ്ങളും, മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയാലും എന്തും സഹായം ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ്. പക്ഷെ വോട്ട് ഇതാണ് മുഖ്യം. മോനെ, നീ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഞാനൊരു സെൽഫി എടുക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെയാണ്. മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് നാം ഈ കണ്ടത്. ഉന്നത പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന അദ്ദേഹം വെറും നോക്കുകുത്തിയായി നിന്ന് ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. അയ്യോ, ഇച്ചിരി വെള്ളം തായേ, മരിച്ചു പോകുവേ. ദൈവമേ, ആരെങ്കിലും എന്നെ സഹായിക്കാൻ അയക്കണേ, എന്നെ സഹായിക്കണേ ചേട്ടാ, ആരെങ്കിലും ഒന്ന് വരണേ. അയ്യോ അയ്യോ മോനെ, നിനക്ക് എന്തു പറ്റിയടാ? ഇതൊരു അപകടമാണെന്ന് തോന്നുന്നു. കൂടുതലായിട്ടൊന്നും ചോദിക്കണ്ട, ഇത് എൻ്റെ തലയിലിരിക്കും. മോനെ, നീ ഒട്ടും വിഷമിക്കണ്ട. ഞാനിത് സഹോദരി സമാജത്തിന് പോകുന്ന വഴിയാണ്. നിന്റെ പേര് പറഞ്ഞിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നിന്നെ പിടിപ്പിക്കും. എന്നാൽ ഞാൻ പോട്ടെ. അയ്യോ, ആരും എന്നെ തിരിഞ്ഞുപോയി നോക്കുന്നില്ലല്ലോ. വളരെ നേരമായല്ലോ, എനിക്ക് എഴുന്നേൽക്കാനും വയ്യ. എന്തൊരു കഷ്ടമാത്. എന്താ ഭർത്താവ് ഇങ്ങനെ? ഹലോ ഗൈസ്, കട്ട സീനാണ് ഇവിടെ. റോക്കിംഗ് ആക്സിഡന്റ്, ഹെൽമെറ്റ് ഇട്ടാൽ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. എന്നാൽ എന്താ ചേട്ടാ, വലതും പറ്റിയോ? മക്കളെ, എന്നെ ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോകാമോ? എനിക്ക് തീരെ വയ്യ. ഞാനിവിടെ അധികം നേരം കിടന്നാൽ ഞാൻ മരിച്ചു പോകും. ഗൈസ്, നമുക്കൊരു ഫേസ്ബുക്ക് ലൈവ് പോകാം. നമ്മുടെ ഫോളോവേഴ്സിനെ കൂട്ടാം. വേഗം വാ. അയ്യോ അയ്യോ, എനിക്ക് തീരെ വയ്യാലോ. ഇച്ചിരി വെള്ളം ദാഹിക്കുന്നു. ഇച്ചിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ചേട്ടാ ചേട്ടാ, ഒന്ന് നിൽക്കണേ ചേട്ടാ, ചേട്ടാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവവചന, നിനക്ക് എന്ത് പറ്റി? എടാ എടാ മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? എടാ മോനെ, നിനക്ക് എന്ത് പറ്റി? എന്ത് പറ്റി? അയ്യോ, ആക്സിഡന്റ് ആയതാ. ഒരു ബൈക്കുകാരൻ വന്ന് തട്ടിയിട്ട് പോയി. തിരിഞ്ഞു നോക്കിയതില്ല. ആരും എന്നെ ഹോസ്പിറ്റലിൽ ഇതുവരെ കൊണ്ടുപോയില്ല. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമോ? സ്തോത്രം സ്തോത്രം. മോനെ, ഇതെല്ലാം ബന്ധനമാ, പിശാചിന്റെ പോരാട്ടം. എടാ, നീ ആരാ? നീ എന്താ ചോദിച്ചത്? വിട്ടുപോ സാധാരണ, ഇപ്പൊ തന്നെ വിട്ടുപോ. ഓ, ഇത് ശരിയാകുന്ന കേസല്ല. അല്ലെങ്കിൽ പുള്ളിയെ കൺവെൻഷന് സാക്ഷിയായിട്ട് നിർത്താമായിരുന്നു. നിങ്ങൾ എല്ലാവരും വരിക. വൈകിട്ട് 7 മണിക്ക് മറക്കാതെ എല്ലാവരും വരണം. എൻ്റെ മീറ്റിംഗ് ഉണ്ട്. വരുമ്പോൾ മറക്കാതെ നിങ്ങൾ ഹൃദയങ്ങളെ കൊണ്ടുവരണം, കൂടെ പേഴ്സൺ. ഫോൺ വരുന്നല്ലോ. ഹലോ ഹലോ. ആ ബ്രദറെ, ആ പറഞ്ഞോ ബ്രദറെ. ആ, കിച്ചൺ ക്യാബിന് കിട്ടോ? അത് പ്രശ്നമില്ല. ക്യാഷ് ഒന്നും ഒരു പ്രശ്നമില്ല. 10 15 ആയാലും കുഴപ്പമില്ല. അത് നമുക്ക് മാനേജ് ചെയ്യാം. ശരി, എന്നാൽ വൈകിട്ട് കാണാം.
എനിക്കെന്താ ഇങ്ങനെ? ഞാൻ മരിച്ചു പോകുമല്ലോ. എന്നെ ഒന്ന് സഹായിക്കണേ ചേട്ടാ, എന്നെ ഒന്ന് സഹായിക്കണേ. അയ്യോ, ദേ ഒരു മനുഷ്യൻ കിടക്കുന്നു. എടാ ഓടി വന്നേടാ, ഓടി വന്നേ. വെള്ളം എടുത്തേ. ഇന്നിപ്പോ ഞാൻ നോക്കിയാൽ ആക്സിഡന്റ് വല്ലതും ആയിരിക്കും. നമുക്ക് നോക്കാം. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ സഹായിക്കണം. നിനക്ക് തീരെ വയ്യ. വെള്ളം എടുത്ത് കൊടുത്തേ. അയ്യോ, എന്തെങ്കിലും ഫോൺ എടുത്ത് വീട്ടുകാരെന്ന് വിളിച്ചാലോ? ഹലോ, ഇത് ടോണിയുടെ വീടല്ലേ? ഹലോ. നിങ്ങൾ പെട്ടെന്ന് നടക്കാനിലേക്ക് വരണം. 2 മണിക്കൂറോ? 2 മണിക്കൂർ വരെ ടോണി ഇവിടെ കാത്തിരിക്കത്തില്ല. നിങ്ങൾ എത്രയും വേഗം തന്നെ വരണം. വാ ചേട്ടാ, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. എൻ്റെ വീട്ടിലേക്ക് പോകാം. ഞാൻ ശുശ്രൂഷിക്കാം, ഞാൻ നോക്കാം. വാ ചേട്ടാ, എൻ്റെ കൂടെ വാ. ചേട്ടാ ഒന്നും വിഷമിക്കണ്ട. മോനെ, അവിടെ അനേകർ കടന്നുപോയി. എന്നെ അറിയുന്നവരും ഞാൻ സഹായിച്ചവരും എന്നെ അടുത്തറിയുന്നവരും എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവരൊക്കെ അവിടെ വന്നു കണ്ടു കടന്നുപോയി. പക്ഷെ മോനെ, നിന്നെ എനിക്കറിയില്ല. ഞാൻ നിന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ നിനക്ക് നല്ല മനസ്സുണ്ട്, നിനക്ക് നല്ല ഭാവിയുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇത് ഒരു ഫലം മാത്രമല്ല, നല്ല ശബരിയും ഒരു ജീവിത ദർശനമാണ്. ഒരു കുഞ്ഞ് വീട്ടു ജോലിക്കാരിയോട് ക്രൂരമായി പെരുമാറുമ്പോൾ, വൃദ്ധൻ ബസ്സിൽ നിൽക്കുമ്പോൾ, സീറ്റിൽ മറികെടുക്കുന്ന നമ്മുടെ മകനമോ, ഒരു അതിഥിയെ തിരിഞ്ഞു നോക്കാതെ പോകുന്ന നമ്മുടെ തിരക്കോ, ഓരോ നിമിഷവും നമ്മോട് ചോദിക്കുന്നു, എന്റെ ശമരിയൻ ആരായിരുന്നു? ഞാൻ ആരുടെ ശമരിയനായി? ഈ ലോകത്തിൽ ഇനിയും ഒരു പ്രതീക്ഷയുണ്ട്. അത് നിസ്വാർത്ഥതയുടെ കൈകളിൽ മാത്രമാകാം. ഒരു പുഞ്ചിരി, ഒരു സഹായത്തിന് നീട്ടിയ കൈ, ഒരു ആശ്വാസവാക്ക്. ദൈവം നമ്മെ ഒരൊറ്റ ചോദ്യത്തോടെ വിധിക്കും. അവൻ വഴിയിൽ വീണപ്പോ നീ എന്ത് ചെയ്തു? നാം എല്ലാവരും ഒരു ദിവസം വഴിയിൽ വീഴാൻ ഇടയുണ്ട്. അന്ന് നമുക്ക് ആരെങ്കിലും ഒരു ശമരിയനാകട്ടെ. ഓർക്കുക, ജീവിതത്തിന്റെ വേഗതയിൽ ചിലപ്പോൾ നിങ്ങളൊരു പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ഒരു പരിഹാരം. നിങ്ങൾ ഏതാണെന്ന് ഇന്നത്തെ തിരഞ്ഞെടുപ്പ് തീരുമാനിക്കും. നന്ദി.